ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അപ്പോൾ ബ്രഹ്മയുഗം എല്ലായിടത്തും ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ് എല്ലായിടത്തു നിന്നും വരുന്നത്. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഈ ഒരു പടമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു ചിത്രം തുമ്പാടാണ്. തുമ്പാടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രീഡാണ്, ആർത്തി, പണത്തോടുള്ള ആർത്തി. ആ ഒരു ആർത്തി കൊണ്ട് ജീവിതം എങ്ങനെയാണ് മാറി മറിയുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നൊക്കെയാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. പ്രമേയത്തിലേക്ക് വരുമ്പോഴും അങ്ങനൊരു ഫാക്ടർ ഉണ്ട്. ആ ഒരു ഫാക്ടർ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പ്രമേയത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മയുഗം എന്ന സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത് അധികാരത്തെക്കുറിച്ചാണ്. അർജുനശോന്റെ ക്യാരക്ടർ ആ ഒരു മനയിലേക്ക് വരുന്നത് ഒരു വഴിപോകനായിട്ടാണ്. പക്ഷെ തിരിച്ചവിടെ നിന്ന് പോകാനായിട്ട് അനുവാദം മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. തുടക്കമുള്ള ഒരു സീൻ ശ്രദ്ധിച്ചായിരുന്നോ? മമ്മൂക്കയുടെ ക്യാരക്ടർ അർജുനശോന്റെ ക്യാരക്ടറിനോട് താൻ ഇങ്ങോട്ട് കയറി വന്നോളൂ എന്ന് പറയുമ്പോൾ ഞാൻ അടിമയാണ്, അങ്ങയുടെ അടുത്തേക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മമ്മൂക്ക പറയുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല എന്ന്. അപ്പം നമ്മളോർക്കും എന്ത് നല്ല മനുഷ്യനെന്ന്. പിന്നീടാണ് മനസ്സിലാവുന്നത് പുള്ളിക്ക് വേണ്ടത് പുള്ളി പറയുന്നത് കേട്ട് അവിടെ നിൽക്കുന്ന ഒരാളെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അർജുനശോന്റെ ക്യാരക്ടറിന് ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി അവനെ തന്ത്രപൂർവ്വം പകിട കളിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ അർജുനശോനോട് പറയുന്നത് അധികാരത്തിന്റെ ലഹരിക്ക് വേണ്ടിയാണ് മമ്മൂക്കയുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അധികാരമാണ് മെയിൻ ഫാക്ടർ ഈ ഒരു പടത്തിന്റെ. അത് മമ്മൂക്കയുടെ ക്യാരക്ടറിന് മാത്രമല്ല. സിദ്ധാർത്ഥ് ഭരതൻ ഫ്ലാഷ് ബാക്കിൽ പറയുന്ന ചുടലൻ പോറ്റി മുതലാണ് തുടക്കം. ചാത്തനെ ഒരു അടിമയായിട്ട് കണ്ട് പലതും പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാത്തനും ഈ ഒരു കാര്യം തന്നെയാണ് എല്ലാവരിലും ചെയ്യുന്നത്. പിന്നെ കൊടുമൺ പോറ്റി, പുള്ളിക്കാരനും ആ ഒരു അധികാരം മോഹിച്ചു തന്നെയാണ് അവിടെ ചാത്തനെ തളയ്ക്കാൻ വരുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന്റെ അധികാരമോഹം തുടക്കം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. കാരണം അർജുനശോന്റെ ക്യാരക്ടറിനോട് അത് പറയാൻ നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവസാനം ബ്രിട്ടീഷുകാരുടെ ഒരു അധികാരം കാണിക്കലുണ്ട്. സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടറെ വെടിവെച്ച് കൊന്നിട്ട് പോകുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്കാണ് അവിടെയുള്ള അധികാരം എന്ന് തന്നെയാണ്. പിന്നെ അർജുനശോന്റെ ക്യാരക്ടർ അവസാനം തിരിഞ്ഞൊരു ചിരിയുണ്ട്. അധികാരം ചാത്തന്റെ കയ്യിലേക്ക് തിരിച്ചു വന്നതിന്റെ ഒരു ചിരി. അതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ മെയിൻ ഫാക്ടർ അധികാരം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അധികാരമോഹം ഒരിക്കലും ആർക്കും പോകുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് സിനിമ. ഇന്ന് എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം വേറെ ആൾക്കായിരിക്കും. പക്ഷെ ആ ഒരു അധികാര മോഹം, അധികാരത്തിന്റെ ലഹരി ആർക്കും പോവില്ല. ആ ഒരു അധികാരത്തിന്റെ ലഹരിക്ക് വേണ്ടി കൊല വരെ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മയുഗത്തിന്റെ മെയിൻ ഫാക്ടറായിട്ട് തോന്നിയ കാര്യം ഇതാണ്. നിങ്ങൾക്ക് എന്താണ് സിനിമ കണ്ടിട്ട് തോന്നിയത് എന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.